ഇതര സംസ്ഥാനത്ത് നിന്നും സാറിപ്പം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വിദേശ രാജ്യത്ത് നിന്ന് പോലും നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ടീച്ചർക്ക് ഒരു ദൗത്യം തരാണ്. എന്താണ് ദൗത്യം? വേറൊന്നുമല്ല ടീച്ചർ, ഈ കൂട്ടത്തിൽ നിരവധി മുത്തച്ഛന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ടീച്ചറെ ഏറ്റവും മുതിർന്ന ഒരാളെ കണ്ടെത്തണം. അതാണ് ടീച്ചർക്ക് ഞാൻ തന്ന ടാസ്ക്. റെഡിയാണോ ടീച്ചർ? ആ, റെഡിയാണ്. ഇതിപ്പോൾ ഇച്ചിരി കടുപ്പമുള്ളൊരു ദൗത്യമായി പോയി. എങ്കിലും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു മുതിർന്ന വ്യക്തിയെ കണ്ടെത്താമെന്ന് വിചാരിക്കുന്നു. അതിനായി 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാമോ? ടീച്ചർ, ടാസ്ക് ഇച്ചിരി കടുത്തു പോയെന്ന് തോന്നുന്നു. ആരും കൈ ഉയർത്തുന്നില്ല. ടീച്ചർ ഈ ദൗത്യത്തിൽ പരാജയപ്പെടുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, പരാജയപ്പെടുന്നില്ല. ഞാൻ കുറച്ചുകൂടെ താഴ്ന്ന പ്രായം ചോദിക്കാം. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാമോ? 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള. പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണ്, അങ്ങനെ ആയിരിക്കുകയും വേണം. എങ്കിലും നമുക്കൊരു മുതിർന്ന വ്യക്തിയെ കണ്ടെത്താനുള്ള ആഗ്രഹത്താൽ 80 വയസ്സിന് മുകളിലുള്ള ആരും ഇല്ല ടീച്ചർ. അപ്പം ഞാൻ വീണ്ടും 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും. ടീച്ചർ അവിടെ മുത്തശ്ശിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. മുത്തശ്ശിയെ വേദിയിലേക്ക് ടീച്ചേഴ്സ് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും വിശിഷ്ട വ്യക്തികൾ തന്നെയാണ്. അതിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിയായ മുത്തശ്ശിയെ സ്നേഹാദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുത്തശ്ശിക്ക് ഒന്നുകൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം. നിറഞ്ഞ കൈയ്യടികളോടുകൂടി നമുക്ക് അവരെ രണ്ടുപേരെയും വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കാം. നല്ലൊരു കൈയ്യടി കൊടുക്കാം രണ്ടുപേർക്കും. നമ്മളിവിടെ നടക്കാൻ പോകുന്ന ഉദ്ഘാടന ചടങ്ങാണെന്ന് പറഞ്ഞു. നമുക്ക് കിട്ടിയിരിക്കുന്ന മുത്തശ്ശിയും ഈ മുത്തശ്ശനുമാണ്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയാണ് നമ്മൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അതിനോടൊപ്പം ഭദ്രദീപം തെളിച്ച് നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മെമ്പർ കൂടിയായ ദിശ മാഡത്തിനെയും ബിന്ദു മാഡത്തിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. PTA പ്രസിഡന്റ് ഫിലിപ്പ് സാറിനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമ്പർ ജോൺ യേശുദാസ് സാറിനെ ക്ഷണിക്കുന്നു. പ്രിൻസിപ്പൽ ജേക്കബ് സാർ, മാനേജർ അനിൽകുമാർ സാർ, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു മാഡം, എല്ലാവരെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നമ്മളുടെ താരങ്ങളായ KG ടീച്ചേഴ്സിനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൂല്യബോധത്തോടെ കുടുംബങ്ങൾ വളർത്തിയെടുക്കുന്നതിന് കെട്ടുറപ്പോടെ സംരക്ഷിക്കുന്നതിന് അച്ഛനമ്മമാരുടെ പങ്ക് വലുതാണ്. അവരുടെ സന്തോഷത്തിനും കരുതലിനും കരുത്തു പകരാൻ ഓക്സ്ഫോർഡ് സെന്റർ സ്കൂൾ സംഘടിപ്പിക്കുന്ന ഈ സംഗമ പരിപാടിയുടെ തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ.
വെളിച്ചത്തിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. ഭദ്രദീപം തെളിയിച്ച് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്.